ജ്വല്ലറികളിൽ നിന്ന് സ്വർണം വാങ്ങി പണം നൽകാതെ തട്ടിപ്പ് നടത്തിയ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി അഭിഷേക് പിടിയിൽ. സ്വർണം വാങ്ങിയ ശേഷം പണമിടപാടിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് മുങ്ങുന്നതാണ് തട്ടിപ്പ് രീതി. അറസ്റ്റ് ശ്രീകണ്ഠാപുരത്തെ ജ്വല്ലറിൽ നിന്ന് 4 പവൻ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിൽ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഒരു വ്യത്യസ്തമായ തട്ടിപ്പുകാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇത്തരത്തിൽ സ്ക്രീൻഷോട്ടുകൾ കാണിച്ച് UPI പേയ്മെന്റ് നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചൊക്കെ പറ്റിക്കുന്നത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്വർണം വാങ്ങിയ ശേഷം പണം നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശിയായ അഭിഷേക് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ ഒരു തട്ടിപ്പ് രീതി എന്ന് പറഞ്ഞാൽ ജ്വല്ലറികളിൽ നിന്ന് സ്വർണം വാങ്ങും, പണം ഓൺലൈൻ വഴി പേ ചെയ്യാമെന്ന് പറഞ്ഞ് ഗൂഗിൾ പേ വഴിയൊക്കെ പണം പേ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്ത ശേഷം പണം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വർണവുമായി അവിടെ നിന്ന് കടന്നു കളയുന്നതാണ് ഇയാളുടെ ഒരു രീതി. തുടർന്ന് ഈ ജ്വല്ലറി ഉടമകൾ ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ പണമൊന്നും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തത്. ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലുള്ള ജ്വല്ലറി ഉടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളിപ്പോൾ പിടിയിലായിരിക്കുന്നത് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തുള്ള ഒരു ജ്വല്ലറി ഉടമ നൽകിയ പരാതിയുടെ പുറത്താണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 4 പവൻ സ്വർണം ഇയാൾ വാങ്ങിയ ശേഷം അത് ഓൺലൈൻ വഴി പണം പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുകയും എന്നാൽ അത്തരമൊരു പണം ജ്വല്ലറിയുടെ അക്കൗണ്ടിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുകയായിരുന്നു. ആ തട്ടിപ്പ് ബോധ്യപ്പെട്ട ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അഭിഷേക് പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ തന്നെ വിവിധ ജ്വല്ലറികളിൽ സമാനമായ രീതിയിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്തമ്പാടി.